ഇവിടെ പല കാര്യങ്ങളും നടക്കും മമ്മി. അത് കഴിഞ്ഞ് ഡിവോഴ്സും. അമ്മയും എസ് പി അങ്കിളിനെയും കുറിച്ചുള്ള അച്ഛന്റെ സംശയം അല്ല ഇപ്പോഴത്തെ വിഷയം. ആ വൃത്തിയിട്ട കളവനുമായിട്ടുള്ള ചേച്ചിയുടെ എൻഗേജ്മെന്റ് എങ്ങനെയും മുടക്കണം. അച്ഛൻ പറഞ്ഞ ഡേറ്റിന് നമ്മുടെ മുന്നിൽ ഇനി അധികം ദിവസങ്ങളില്ല. ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് പറഞ്ഞാലും എനിക്കിഷ്ടമില്ലാത്ത കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. കൂടി വന്ന അച്ഛൻ എന്നെ കൊല്ലുമായിരിക്കും. കൊന്നോട്ടെ. നിന്നെ കൊല്ലുന്നതിന് മുൻപ് അങ്ങേർക്ക് എന്നെ കൊല്ലേണ്ടി വരും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അമ്മേ, കൊല്ലാനും ചാവാനും നിന്ന് കൊടുക്കാൻ ആർക്കും പറ്റും. പക്ഷെ ഒരു വലിയ പൊട്ടിത്തെറി ഇല്ലാതെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്ന നമ്മളിപ്പോ ആലോചിക്കണ്ടേ. ചേച്ചിയുടെ കല്യാണാലോചനയെ കുറിച്ച് എസ് പി അങ്കിളിനോട് പറയണം. ഇത് സോൾവ് ചെയ്യാൻ അങ്കിളിന് പറ്റും. ഒന്നും അറിയാതെ സംസാരിക്കരുത്. എസ് പി അങ്കിൾ ഇടപെട്ട അച്ഛൻ പ്രശ്നം കൂടുതൽ വഷളാക്കും. അതുകൊണ്ടാ ഇതൊന്നും അവിടെ ചെന്ന് പറയരുതെന്ന് ദിവ്യപ്രഭ ആന്റിയോടും സദാശിവൻ അങ്കിളിനോടും ഞങ്ങളെ റിക്വസ്റ്റ് ചെയ്തത്. ദയവ് ചെയ്ത് നീ ആയിട്ട് ഇക്കാര്യം വിളിച്ച് പറയല്ലേ. ഇങ്ങനൊരു കല്യാണാലോചന വന്ന കാര്യം സത്യനോട് പറയുന്നതിൽ എനിക്കും താല്പര്യമില്ല. ഗോപേട്ടന്റെ വൃത്തികെട്ട സംശയങ്ങളെക്കുറിച്ച് സത്യൻ അറിയുന്നത് നമുക്ക് എല്ലാവർക്കും നാണക്കേടാ, പ്രത്യേകിച്ചും കീർത്തിക്ക്. പക്ഷേ നിനക്കൊരു ജോലി ശരിയാക്കി തരാന്ന് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ മോളെ. അത് ശരിയാ. അച്ഛൻ എൻഗേജ്മെന്റ് നിശ്ചയിച്ച ഡേറ്റിന് മുൻപ് ചേച്ചി ജോലി കിട്ടി ഇവിടുന്ന് പോയാ പ്രശ്നം തീർന്നില്ലേ? ഞാൻ താടിയെടുത്താൽ നന്നാവുമെന്ന് കീർത്തി പറഞ്ഞതുകൊണ്ട് അത് ഞാനങ്ങ് എടുത്തു. അല്ല, ഈ ഭാര്യ പറയുന്നത് സ്നേഹമുള്ള ഭർത്താക്കന്മാരനുസരിക്കണമല്ലോ. എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ദിവസം കൂടി കാണുമല്ലേ, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇതിനായിട്ട് പോയി കിടന്നോ. നീയും വാ കീർത്തി. തനിച്ചിരുന്ന് വല്ലാതെ ബോറടിച്ചിരിക്കുക. ഞാൻ ഉടനെ വന്നേക്കാം. ഇതിനായിട്ടും ചെല്ലേ. ഓ ശരി ആന്റി. ചേച്ചി കീർത്തിയെ ഉടനെ അങ്ങ് വിട്ടേക്കണേ. ശരി മോനെ. കീർത്തി ലേറ്റ് ആവണ്ട. സത്യനെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ. പൂക്കളോ? ഇത് വെച്ചൊരു ഐഡിയ ഒപ്പിച്ചാലോ. സത്യനെ വിളിച്ച് നിനക്കൊരു ജോലി ശരിയാക്കുന്ന കാര്യം എന്താ എന്ന് മാത്രം അമ്മ ചോദിക്കാം. ഇവിടുത്തെ പ്രശ്നങ്ങളോ ഗോപേട്ടൻ നിനക്ക് കല്യാണം ആലോചിക്കുന്നതോ ഒന്നും പറയില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. എന്നാലും ജോലി ശരിയാവുമ്പോ ഇവിടുത്തെ അച്ഛനെല്ലാം മനസ്സിലാക്കും. അതോടെ സ്വസ്ഥത ഇല്ലാതാവുന്നത് അമ്മയ്ക്കാ. അച്ഛൻ എന്തായാലും അമ്മ ഉപദ്രവിക്കൊന്നുമില്ല. ചേച്ചി ഇനി തടസ്സമൊന്നും പറയരുത്. എസ് പി അങ്കിള് ജോലി ശരിയാക്കിയ ചേച്ചി ഇവിടുന്ന് പോണം. ചേച്ചി അവിടെ അടുത്തുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനോ. ഞാൻ എന്തായാലും സത്യനെ വിളിക്കാൻ പോവാ. ഹലോ സത്യ. ആ പ്രിയ,
ചടങ്ങൊക്കെ ഭംഗിയായെന്ന് സദാശിവനളിയൻ പറഞ്ഞറിഞ്ഞു. ഞാൻ തന്നുവിട്ട മാല ആവശ്യം വന്നില്ല അല്ലേ? എങ്കിലേ ആ മാല ശില്പയ്ക്ക് കൊടുക്കും. ഈ അങ്ങളുടെ സമ്മാനമായിട്ട് അത് അവളുടെ കഴുത്ത് കിടക്കട്ടെ. എന്റെ കുട്ടിക്ക് സ്വർണത്തിനോടും പണത്തിനോടും ഒന്നും ഒരു കമ്പവും ഇല്ല. എന്റെ മോക്ക് വേണ്ടത് ഒരു ജോലിയാ. സത്യൻ മുമ്പ് വാക്ക് തന്നതുപോലെ എത്രയും പെട്ടെന്ന് ശില്പയ്ക്കൊരു ജോലി ശരിയാക്കി കൊടുക്കണം. ആ കാര്യം ഞാൻ സ്വാമിയോട് പറഞ്ഞു കഴിഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ തീരുമാനം ഉണ്ടാക്കും. ഓണം കഴിഞ്ഞ് അവൾ ജോയിൻ ചെയ്യട്ടെ. അത് പോരെ സത്യ, കഴിയുന്നതും നേരത്തെ. പറ്റുമെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ജോയിൻ ചെയ്യുന്ന വിധത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. എടോ, 2-3 ദിവസത്തിനുള്ളിലോ? അല്ല, അത്ര അത്യാവശ്യം എന്താ? എടോ, നിങ്ങൾക്ക് പണത്തിന് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, അതല്ല സത്യ. ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ. അത് പിന്നെ സത്യ, അമ്മ ഫോണിന് തന്നു. എനിക്കൊരു ജോലി അത്യാവശ്യം അങ്കിൾ. തൽക്കാലം കൂടുതലൊന്നും ചോദിക്കരുത്. ചോദിച്ചാലും പറയില്ല. അങ്കിളിന് സുഖം തന്നെയല്ലേ? അതെ മോളെ. സ്വാമി അങ്കിളിനോട് എന്റെ അന്വേഷണം പറയണേ. ഓക്കേ, നിന്റെ പോസ്റ്റിംഗ് റെഡിയാക്കിയിട്ട് ഞാൻ വിളിക്കാം. ശരി അങ്കിൾ. അത്യാവശ്യം തന്നെയാ സത്യ. തൽക്കാലം കൂടുതലൊന്നും ചോദിക്കരുത്. ചോദിച്ചാലും പറയില്ല. നിനക്ക് സുഖം തന്നെയല്ലേ?